മുങ്ങിപ്പോയി കടലാക്കപ്പെട്ടു പോയ ഒരു കൂട്ടം യുവതികൾ. പിന്നീട് എന്താണ് സംഭവിച്ചത് തുടർന്ന് കാണും. ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഈ ഒരു മൂന്നാമത്തെ ഘട്ടം. കാരണം തിന്നാനുള്ള സാധനങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴേക്കും എല്ലാം അതിന്റെ പിന്നാലെ പോകുന്നു. കൂട്ടത്തിലാക്കിയ ഒരു ഉത്തരവാദിത്തമുള്ള എനിക്ക് മാത്രമാണ്. എന്നോട് ഞാൻ മാപ്പ് എടുത്ത് അങ്ങോട്ട് നികത്തി. അപ്പൊ നമ്മൾ പുഴ കടന്നു, പല്ലും കടന്നു, നമുക്ക് നിധിയുള്ള കുന്നിലേക്ക് പോകും. സാഹസികതയും നിഗൂഢതയും നിറഞ്ഞ വൈകളായിരുന്നു മൂന്നാമത്തെ വഴി. അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല. വേറൊരു പണിയില്ലാത്തവർക്ക് ഇങ്ങനത്തെ റിസ്ക് എടുക്കുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് എന്റെ ഒരു അഭിപ്രായം. പിന്നെ എന്നെ മുന്നോട്ട് നയിച്ചത് എന്റെ ടീം മെമ്പേഴ്സ് എന്നാണ്. ഇത്രക്ക് സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്ര ലാഘവത്തോടെ ചിരിച്ചോണ്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഒന്ന് കൈവിട്ട ജീവൻ തന്നെ ആപത്തിലാക്കാവുന്ന കാര്യമാണ്. അതാണ് ടീം സ്പിരിറ്റ്. ഇപ്പൊ ഇങ്ങനെ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഇതിലെങ്ങനെ നടന്ന് കയറിയാലും മതി. അങ്ങനെ കയറി അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുക. ചെറിയൊരു പീടികക്കുള്ളിൽ ഉണ്ടെങ്കിലും ലക്ഷ്യം മുന്നോട്ട് തന്നെ. നമ്മളെ മാപ്പ് പ്രകാരം ഒരു തെങ്ങിനെ തൊട്ടടുത്തായിട്ടുള്ള കുടിലിനുള്ളിൽ നിധി ഒളിപ്പിച്ച് വെച്ചത്. അങ്ങനെ നമ്മൾ തെങ്ങ് കണ്ടുപിടിച്ചു. കണക്ക് പ്രകാരം ഇതാണ് കുടിലിന്റെ തറ. അല്ല വെള്ളപ്പൊക്ക കാറ്റൊക്കെ വന്നപ്പോ കുടിൽ ഒളിച്ചു പോയെന്നാണ് ചുറ്റുപാടൊക്കെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പൊ സ്ഥലം ഇതന്നെ. പിന്നെ അപ്പുറത്തൊരു തെങ്ങുണ്ട്. പിന്നെ ഇപ്പൊ അതാണോ ഇതാണോ എന്നൊരു കൺഫ്യൂഷൻ എല്ലാം മനസ്സിലുറപ്പിച്ച് ആ തന്ത്രം അങ്ങോട്ട് എടുത്ത് തിരുതിരുദേവി കുയിക്കുന്ന സ്ഥലം കാണിച്ചതായോ? ആ അടുത്ത് തന്നെ ഇത് നേരെ താഴോട്ട്. അങ്ങനെ കുറിച്ച് ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി വന്നു. കുറച്ചുകൂടി കൊത്താനും മോന്താനും ഒക്കെ തുടങ്ങി. കുറച്ചുകൂടി ആഴത്തിലെത്തി ഞങ്ങൾക്ക് രക്തങ്ങളും മുത്തുകളൊക്കെ കണ്ടു തുടങ്ങി. മരേഖന്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് മതിയാന്നില്ല. കൊത്താൻ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൂടി. പിന്നെ കുറച്ചുകൂടി കുത്തിയപ്പോ എന്തോ തടിയുന്നുണ്ടെന്ന് പറഞ്ഞൊരു വെപ്രാണായിരുന്നു. കിട്ടിയോ അങ്ങനെ ഫൈനലി ഞങ്ങളെ പ്രയത്നത്തിന്റെ ഒരു ഫലം കണ്ടിരിക്കുകയാണ്. തേടിപ്പോയ നിധി ഞങ്ങളുടെ കയ്യിൽ ഇത് കാണാൻ നിങ്ങളോട് പറയാനുള്ളത്. ആരും കണ്ടത്തിലും പറമ്പിലൊന്നും പോയി അനുകരിക്കാൻ നിൽക്കും. ഈ പറമ്പിന്റെ ഓണർ ഇത് കാണുന്നുണ്ടെങ്കിൽ പറയാനുള്ള എന്താ വെച്ചാൽ പറമ്പിലെ കൊക്കോനോ ചക്കയോ മാങ്ങയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. പകരം ഒരു കുയ്യോ ഇച്ചിരി നിധി എടുത്തിട്ട് കുയി ഞങ്ങൾ മൂടുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പൊരുത്തപ്പെട്ടാളി. അപ്പൊ ബൈ.